ചരിത്രപ്രസിദ്ധമായ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ മകം തൊഴൽ ആരംഭിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് നട തുറന്നു. രാത്രി 9:30 വരെ ഭക്തർക്ക് മകം ദർശനം നടത്താം. വില്വമംഗലം സ്വാമിയാർക്ക് ദേവി സർവാഭരണ വിഭൂഷിതയായി ദർശനം നൽകിയതിന്റെ സ്മരണ പുതുക്കുന്നതാണ് ഈ പുണ്യ ദിനം. നിഷ ദിലീപ് ചേരുന്ന വിവരങ്ങളുമായി. നിഷ, നമ്മൾ കണ്ടതാണ് ചോറ്റാനിക്കര മകം തൊഴലിനായി വലിയ നീണ്ട ക്യൂ തന്നെ. 2 മണിക്ക് തന്നെ നട തുറന്നു. മകം തൊഴൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ദർശനം കിട്ടി. സുഗമമായി തന്നെ ക്യൂ മുന്നോട്ട് പോകുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? നിഷ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? ചോറ്റാനിക്കര മകം തൊഴൽ ആരംഭിച്ചിരിക്കുന്നു. പറയൂ കൂടുതൽ വിവരങ്ങൾ. രോഹിണി, കൃത്യം 2 മണിയോടുകൂടി തന്നെ ചോറ്റാനിക്കര മകം തൊഴൽ ആരംഭിച്ചു. ഇപ്പോൾ 1.5 മണിക്കൂർ പിന്നിട്ടിട്ടും വലിയ ക്യൂ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ 5:30 തന്നെ ഈ ക്യൂവിൽ സ്ഥാനം പിടിച്ച ആളുകളാണ് 2 മണി വരെ കാത്തിരുന്നത്. 2 മണിയോടുകൂടി മകം തൊഴൽ ചടങ്ങുകൾ ആരംഭിച്ചു. രാത്രി 9:30 വരെയാണ് മകം തൊഴൽ ചടങ്ങുകളുള്ളത്. 9:30-ക്ക് മുൻപ് 9:30 ക്യൂവിൽ നിൽക്കുന്ന അവസാനത്തെ ഭക്തനും ദർശനം നൽകിയ ശേഷം മാത്രമേ ക്ഷേത്രത്തിൽ മറ്റ് ചടങ്ങുകൾ നടക്കുകയുള്ളൂ. ഈ മകം തൊഴലിന് മുന്നോടിയായുള്ള ചടങ്ങുകളെല്ലാമായിരുന്നു ക്ഷേത്രത്തിൽ രാവിലെ മുതൽ നടന്നത്. ആ സമയത്തൊക്കെ നടപ്പന്തലിൽ പ്രത്യേകം തയ്യാറാക്കിയ ക്യൂവിലായിരുന്നു ഭക്തരുടെ സ്ഥാനം. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഈ നട അടച്ചു. അതിനുശേഷം 1:30 ഭക്തരെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങിയത്. 2 മണിയോടുകൂടി മകം തൊഴൽ ദർശനത്തിനായി ചോറ്റാനിക്കര ദേവീക്ഷേത്രം നട തുറന്നു. ആ സമയം മുതൽ തന്നെ ഭക്തരുടെ വലിയ ഒരു ഒഴുക്ക് തന്നെയായിരുന്നു ക്ഷേത്രത്തിലേക്ക്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ക്രമീകരണങ്ങളാണ് ഇവിടെ ഈ ഭക്തർക്കായി ഒരുക്കിയിരുന്നത്. ഈ നടപ്പന്തലിലൊക്കെ രാവിലെ മുതൽ കാത്തു നിൽക്കുന്ന ഭക്തരുണ്ട്. അവർക്കായി അവരുടെ സുരക്ഷയും ഒപ്പം തന്നെ ഈ നല്ല ചൂടുള്ള സമയമാണ്, അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ വെള്ളമടക്കം വിതരണം ചെയ്യുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിരുന്നു. ഈ എല്ലാ വർഷവും വരുന്ന ഭക്തർ തന്നെയാണ് ഈ ഇത്തവണയും എത്തിയിരിക്കുന്നത്. അതായത് മുടങ്ങാതെ, ഓരോ വർഷവും മുടങ്ങാതെ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തരാണ് ഇവിടെയുള്ളത്. എല്ലാ വർഷവും വരുന്നതാണോ ചേച്ചി? എല്ലാ വർഷവും എല്ലാ വർഷവും വരുന്നത്. ഞങ്ങൾ കൊട്ടാരക്കര ഗുരുവായൂരുന്ന് ഞങ്ങൾ 20 വർഷമായി വന്നു തുടങ്ങിയിട്ട്. അങ്ങനെയാണ്, അതായത് 10-20 വർഷമൊക്കെയായി തുടർച്ചയായി ഈ മകം നാളിൽ ദേവിയെ കണ്ട് അനുഗ്രഹം വാങ്ങാൻ എത്തുന്ന ഭക്തരുണ്ട്. അവർ രാവിലെ മുതലല്ല, ചിലർ ഇന്നലെ തന്നെ ഈ ക്യൂവിലൊക്കെ സ്ഥാനം പിടിച്ച ആളുകളാണ്. എന്തായാലും വില്വമംഗലം സ്വാമിയാർക്ക് കുംഭമാസത്തിലെ മകം നാളിൽ ചോറ്റാനിക്കര ദേവി സർവാഭരണ വിഭൂഷിതയായി വിശ്വരൂപ ദർശനം നൽകിയെന്നാണ് മകം തൊഴലിന് പിന്നിലെ ഐതിഹ്യം. അങ്ങനെ ഈ കുംഭമാസത്തിലെ മകം നാളിൽ തന്നെയാണ് കൃത്യം 2 മണിക്ക് ദേവിയുടെ നട തുറക്കുന്നത്, മകം തൊഴലിനായി നട തുറക്കുന്നത്. അതുവരെ കാത്തുനിന്ന ഭക്തർ ഈ 1 വർഷക്കാലം അവർ കാത്തിരുന്നതിൻ്റെ ഒരു പുണ്യ ദിവസമാണ് ഈ ചോറ്റാനിക്കര മകം എന്ന് പറയുന്നത്. എന്തായാലും മകം തൊഴലിനായി ചോറ്റാനിക്കര നട തുറന്ന് കൃത്യം 2 മണിക്ക് തന്നെ തുറന്നു. ഇപ്പോൾ ഏതാണ്ട് 1.5 മണിക്കൂർ സമയം പിന്നിടുമ്പോഴും ഭക്തരുടെ വലിയ ഒഴുക്ക് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ക്ഷേത്രത്തിന് അകത്തും പുറത്ത് ഒരുക്കിയിരിക്കുന്ന പന്തലിലുമൊക്കെ ആയിരക്കണക്കിന് ഭക്തരാണ് ഇനിയും ദേവി ദർശനത്തിനായി കാത്തു നിൽക്കുന്നത്. രാത്രി 9:30 വരെയാണ് മകം തൊഴൽ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടക്കുന്നത്. രോഹിണി, ശരി. ചരിത്രപ്രസിദ്ധമായ ചോറ്റാനിക്കര മകം തൊഴൽ ആരംഭിച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് നട തുറന്നു. രാത്രി 9:30 വരെയാണ് ഭക്തർക്ക് മകം ദർശനം നടത്താനുള്ള സൗകര്യം. വില്വമംഗലം സ്വാമിയാർക്ക് ദേവി സർവാഭരണ വിഭൂഷിതയായി ദർശനം നൽകിയതിന്റെ സ്മരണ പുതുക്കുന്നതാണ് ഈ പുണ്യദിനം. നിഷ ദിലീപാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്.